ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മോർണിംഗ് റുട്ടീൻ കണ്ടാലോ. അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റ് ദിവസവും ചെയ്യുന്ന എൻ്റെ ജോലികൾ എന്തൊക്കെ, അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാമല്ലേ. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ 5:30 കണ്ണ് തുറക്കും. ഒരു 5:45 6 മണിൻ്റെ മുൻപായിട്ട് എഴുന്നേൽക്കും കേട്ടോ. 6 മണിൻ്റെ മുൻപായിട്ട് എഴുന്നേറ്റാലാണ് എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ കഴിയുക. അപ്പോൾ 6 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ എഴുന്നേറ്റു, നേരെ അടുക്കളയിൽ വന്നു. പിന്നെ ഇപ്പോഴും പുറത്തൊക്കെ ഇരുട്ട് തന്നെയാണ് കേട്ടോ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അങ്ങനെ അടുക്കളയിലെത്തി, പിന്നെ പുറത്തേക്കുള്ള ഗ്രിൽസ് അത് തുറന്നു. ഇത് തുറന്നിട്ടൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ശുദ്ധവായു കുറച്ച് നേരം ശ്വസിപ്പിട്ടോ. അത് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കും. കാരണം രാവിലത്തെ വായു എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായിട്ടുള്ള വായുവായിരിക്കും. അത് കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ടൊന്ന് ആവാഹിച്ചിട്ട് എടുക്കും കേട്ടോ. നന്നായിട്ട് ശ്വസിച്ചെടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. സത്യത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എന്താ കിളികളെ ശബ്ദം, പലതരം കിളികളെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം നമുക്ക് ഒരുപാട്. പക്ഷേ കാക്ക കരയുന്നത് കേൾക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തോട്ടൊന്ന് നോക്കി നിൽക്കും. ചിലപ്പോൾ മുറ്റത്തൂടെ ഒന്ന് നടക്കും കേട്ടോ. കണ്ടോ, പുറത്തോട്ടുള്ള ലൈറ്റ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോഴും ഇരുട്ട് തന്നെയാണ്, വെളിച്ചം ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഏതായാലും രാവിലത്തെ ഇങ്ങനെ നേരം വെളുത്ത് വരുന്നത് കാണാൻ നല്ല രസമാണ്. പറയുകയാണെങ്കിൽ 6 മണി കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കിളികളെ കളകളാരമൊക്കെ കേട്ട് ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിട്ട് ബ്രഷ് ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടോ. ഇത് രാവിലെ വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അത്ര വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത്. അത് പച്ചവെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, തിളപ്പിച്ചാറിയ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണ് അധികം പേരും കുടിക്കുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കും, ചിലപ്പോൾ പച്ചവെള്ളം കുടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് രാവിലെ നന്നായിട്ട് തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് മുഖം കഴുകും. രാവിലെ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുഖം കഴുകുന്നത് ഭയങ്കര ഒരു സുഖമാണ്. കാരണം ഇപ്പോൾ ചൂട് കാലമല്ലേ. ഞങ്ങളുടെ കോഴികളൊക്കെ കൂവുന്നേ ഉള്ളൂ കേട്ടോ. നേരം പരപരാ വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. വെള്ളം തിളപ്പിച്ചവിടെ വെച്ചാൽ മതി, പിന്നെ പൊടിയൊന്നും ഇടാറില്ല. പിന്നെ ഓരോരുത്തർക്കുള്ള ആവശ്യത്തിന് അങ്ങനെ ചായ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ആദ്യം ചായക്ക് വെള്ളം വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പം മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ ചായക്കുള്ള വെള്ളം വെച്ചു, അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ ചെയ്യുന്നത് വിറകടുപ്പിൽ തീ പിടിപ്പിക്കുകയാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളം വെക്കണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അപ്പാണെങ്കിലും ഒക്കെ ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ആദ്യം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ട് അടുപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. നന്നായിട്ട് തീയൊക്കെ കത്തി നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കരുത് കേട്ടോ. കാരണം ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരണം, നമ്മൾ അപ്പാണെങ്കിൽ അതിൻ്റെ കല്ല് ചൂടായിട്ട് വരണ്ടേ, ചട്ടി ചൂടായിട്ട് വരണ്ടേ. അപ്പോൾ ആദ്യം തീ നല്ലോണം പിടിപ്പിച്ച് അടുപ്പ് നല്ലോണം ചൂടാക്കി എടുക്കും. അതാണ് ആദ്യം കുടിക്കാൻ വെള്ളം വെക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെയാണ് ദോശ ഇഡ്ഡലിയോ എന്താ വെച്ചാൽ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നതാ വെള്ളപ്പത്തിനുള്ള മാവാണ്. അപ്പം ഞാൻ അരിയും നാളികേരവും കുറച്ച് ചോറും അങ്ങനെ കൂട്ടി അരച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ അരി അരയ്ക്കുമ്പോൾ ഞാൻ വെള്ളപ്പാണെങ്കിൽ അരി അരയ്ക്കുമ്പോൾ ഞാൻ പച്ചവെള്ളം ചേർക്കാറില്ല, നന്നായിട്ട് തേങ്ങ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുക. തേങ്ങ വെള്ളം പിന്നെ കുറച്ച് തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടൊന്ന് പുളിപ്പിച്ചെടുക്കും കേട്ടോ. അതും കൂട്ടിയിട്ടാണ് വെള്ളപ്പത്തിൻ്റെ മാവ് അരച്ച് വെക്കുക. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരും, നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. വെള്ളപ്പത്തിന് ഉണ്ടാക്കുന്ന ചട്ടി അതിൻ്റെ അടുത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും മുട്ടക്കറിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കുകയാണ് കേട്ടോ. ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ കുനുകുനെ അരിഞ്ഞിട്ട് പൊടികളൊക്കെ ഇട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നാളികേരം നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പുഴുങ്ങിയ മുട്ടയെ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കടുക് വറുത്തിടും കേട്ടോ. അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇതാ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിറകടുപ്പ് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ കണ്ടോ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി. ആ ചീനച്ചട്ടിയിലാണ് ഞാൻ വെള്ളപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ. ഒരു തരി മാവ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കും. വെള്ളപ്പാണെങ്കിലും പാലപ്പാണെങ്കിലൊക്കെ കൂട്ട് ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് എൻ്റെ വെള്ളപ്പം. ഇനി നമ്മളിങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ എടുത്താൽ വേഗം ചട്ടിയിൽ നിന്നിട്ട് വേറിട്ട് ഇങ്ങനെ വരും കേട്ടോ. അടിയിലൊന്നും പിടിക്കില്ല. നല്ല വെള്ളപ്പാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എൻ്റെ വെള്ളപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളികേരത്തിൻ്റെ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ അപ്പമൊക്കെ ഓരോന്നായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഇതാ എൻ്റെ മുട്ടക്കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 6:30 മണിയായപ്പോഴേക്കാ അപ്പവും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ചായ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അനിയനാണ് കേട്ടോ. അവന് നല്ല തിളച്ച കട്ടൻ ചായയാണ് കേട്ടോ വേണ്ടത്. കട്ടൻ ചായയും അതിനുള്ള അപ്പവും കറിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അവനാണ് ആദ്യം ജോലിക്ക് പോകുക. 6:45 ആകുമ്പോൾ അവൻ പോകും. അവർക്കൊക്കെ ചായ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിതാ എൻ്റെ വെള്ളപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ചായ കൊടുക്കേണ്ട ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടനാണ് കേട്ടോ. കണ്ടോ എൻ്റെ വെള്ളപ്പം ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ചട്ടിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ചായ ഇതാ നമ്മുടെ ചങ്ങാതിക്ക് ചായ എന്ന് പറഞ്ഞാൽ പാൽപ്പൊടി ഇട്ട ചായയാണ് കേട്ടോ. പാൽപ്പൊടി ഉണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ട ചായ, അല്ലെങ്കിൽ കട്ടൻ ചായ. ഒരു ഗ്ലാസ് ചായ എല്ലാവരും കുടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ പാൽപ്പൊടിയും തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം ആരും ഉപയോഗിക്കാറില്ല. ആർക്കും ഷുഗറൊന്നുമില്ല, പക്ഷെ ആരും മധുരം ഉപയോഗിക്കാറില്ല. ഞാൻ മാത്രമാണ് ഇവിടെ മധുരം ഉപയോഗിക്കാറ്. ഇപ്പോൾ ഞാനും ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്ങാതിക്കുള്ള ചായ മുട്ടക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പോവാണ് കേട്ടോ. ഇങ്ങനെ പോകുന്ന സമയത്തൊരു നോട്ടമുണ്ട്. ആ സമയത്തേക്ക് കണക്കാക്കി ഞാൻ വീഡിയോ ഓണാക്കി കറക്റ്റാക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇയാളെ കിട്ടുള്ളൂ. അങ്ങനെ പ്രസാദേട്ടനും പോകാനാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും പോയി. അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. രാവിലെ വെള്ളം കുടിച്ചതിൻ്റെ എനർജിയിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ഉഷാറാൻ വേണ്ടി ഞാനൊരു ചായ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ ജോലിക്ക് പോകാനുള്ളവരൊക്കെ പോയി. ഇനി ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളെയും കൂടി നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ ഇതാ ഞാനും കുടിക്കുകയാണ് കേട്ടോ. മധുരമില്ലാത്ത പാൽപ്പൊടിയൊക്കെ ഇട്ട് ഒരു ചായ. സാധാരണ ഞാൻ കട്ടൻ ചായയാണ് കുടിക്കാറ്. ചില സമയം ഇങ്ങനെ പാൽപ്പൊടിയൊക്കെ ഇട്ട് ചായ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അധികം പ്രസാദേട്ടന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ ഒരു ഗ്ലാസ് പുള്ളിക്കാരനെ, എനിക്ക് അതിൽ ഒരു ഒരു ഗ്ലാസ് ഫുള്ളൊന്നും കുടിക്കില്ല കേട്ടോ. 1 കപ്പ് ചായ അല്ല, 1/2 കപ്പ് ചായ. ഇതിങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താ പറയുക, ഒരു ഉണർവാണ്. ചായ തന്നെ ഒരു ലഹരിയാണല്ലോ അല്ലേ. ചില ദിവസങ്ങളിൽ ഞാൻ ചായയെ കുടിക്കാറില്ല കേട്ടോ. അധികം വെള്ളമാണ് കുടിക്കാറ്. കഴിയുന്നതും ഞാൻ ചായ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ സൂര്യദേവനിതാ ഞങ്ങൾ അടുക്കളയിലൊക്കെ വന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1 കപ്പ് അല്ല, 1/2 കപ്പ് ചായ കുടിച്ചതിൻ്റെ ഉന്മേഷത്തിൽ ഞാനിതാ ഇനി അടിച്ച് വാരാണ് കേട്ടോ. അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ചായ കുടിക്കുക. അപ്പോൾ വേഗം അടിച്ച് വാരാണ്. പിന്നെ മുറ്റം അമ്മ അടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടുക്കളയിലായിരിക്കും, അമ്മ തന്നെയാണ് മുറ്റടിച്ച് വാരാറ് കേട്ടോ. അപ്പോൾ അമ്മ മുറ്റടിച്ച് വാരി പല്ലൊക്കെ ബ്രഷ് ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങും. പിന്നെ രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നമുക്കൊരു എനർജി ഉണ്ടാവുമല്ലോ, വേഗം പണിയൊക്കെ ഒരുക്കണം എന്നില്ലേ. ആ ഒരു എനർജി വരുമ്പോൾ വേഗം പണികളൊക്കെ തീർക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് കാലമല്ലേ. അപ്പോൾ അതുകൊണ്ട് വേഗം രാവിലെ തന്നെ അത്യാവശ്യം ജോലികളൊക്കെ തീർക്കും. അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞു. അമ്മയും വന്നു. ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 1/2 കപ്പ് ചായ കുടിച്ചു പറഞ്ഞ് ഇനി ചായ കുടിക്കില്ല. വെള്ളം. അപ്പോൾ നല്ല മുട്ടക്കറി, നല്ല അപ്പം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ തുടയ്ക്കുകയാണ് കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാനിരുന്നത്. ചായ കുടി കഴിഞ്ഞിട്ടുള്ള ഉഷാറാണ് കേട്ടോ ഇത്. അപ്പോൾ വേഗം തുടച്ചെടുക്കുകയാണ്. ഞാൻ എന്നും തുടയ്ക്കാറില്ല കേട്ടോ. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് തുടയ്ക്കാറ്. പിന്നെ നമ്മുടെ ഉമ്മറൊക്കെ എന്നും തുടയ്ക്കാറുണ്ട്. കാരണം നല്ല പൊടിയല്ലേ. പിന്നെ പൊടി ഉണ്ടാവും. പിന്നെ വേനലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വേഗം അടിക്കലും തുടക്കലൊക്കെയാണ് കഴിഞ്ഞു.
ഇനി അപ്പോൾ സാധാരണ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ചിട്ടാണ് ചായ കുടിക്കാറ്. അപ്പോൾ ഇന്ന് ചായ നേരത്തെ കുടിച്ച കാരണം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചാൽ മത്തി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ മത്തി നന്നാക്കാതെ നമ്മൾ കുളിച്ചിട്ട് യാതൊരു കാര്യമില്ല. കുളിച്ചിട്ട് മത്തി നന്നാക്കാൻ നിന്നാൽ നമ്മളെ മൊത്തം മീൻ നാറും. അല്ലെങ്കിൽ തന്നെ അറിയാമല്ലോ, മത്തീൻ്റെ മണം എങ്ങനെയായാലും പോവില്ല. അങ്ങനെ മത്തി തലേ ദിവസം കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മീൻ കിട്ടാൻ ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. സാധാരണ വരുന്ന മീൻകാരൻ ഇപ്പോൾ വരാറില്ല. ഇപ്പോൾ കഴിയുന്നതും ടൗണിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവരിക, തലേന്ന് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ മത്തി മീനിനൊക്കെ നല്ല വിലയാണെന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെ മത്തി നന്നാക്കി വെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് അലക്കി കുളിക്കാൻ. അതാണ് ഇന്ന് കുളിക്കാതെ ചായ കുടിക്കാൻ കാരണം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ നിൽക്കുമ്പോഴേക്കും സമയം 10 മണിയാവും. എന്നാൽ തന്നെ ഞാൻ 8:30-ക്കാണ് ചായ കുടിച്ചത് കേട്ടോ. അതായത് 5:45 എഴുന്നേറ്റിട്ട് 8:30 മണിക്കാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനിത് മീനൊക്കെ നന്നാക്കാൻ വേണ്ടി നിന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ കണ്ടാൽ ഒരു പാവമാണ് കേട്ടോ. ഭയങ്കര നിഷ്കളങ്കമായിട്ട് തോന്നുക, പക്ഷേ ഭയങ്കര വില്ലനാണ്. തക്കം കിട്ടിയാൽ അടുക്കളയിൽ കയറും, കട്ട് തിന്നും. അങ്ങനെ എൻ്റെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞു. ഇനി വേഗം അലക്കുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഒരുപാട് അലക്കാനുണ്ടാവും, ചില ദിവസങ്ങളിൽ ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് അലക്കാനുള്ളൂ. അതുകൊണ്ട് എൻ്റെ കുളിയും അലക്കലൊക്കെ വേഗം കഴിയും. അപ്പോൾ വേഗം അലക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാൻ നിന്നപ്പോഴന്നെ സമയം 9 മണി ആയിട്ടുണ്ട്. അങ്ങനെ അലക്കൽ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ കുളിയും കഴിഞ്ഞു. ഇനി എല്ലാം വിരിച്ചിടുകയാണ് കേട്ടോ. നല്ല വെയിലാണ്. 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടായിരിക്കും. ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ, തൊഴിലുറപ്പുകാർക്ക് രാവിലെ 8 മണി 9 മണിക്കൊക്കെ തുടങ്ങിയാൽ 11 മണി വരെ, അത് കഴിഞ്ഞാൽ 3 മണി തൊട്ട് 5 മണി വരെ, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ ഈ ചൂടിൻ്റെ പ്രശ്നം കാരണം. ചില സ്ഥലത്ത് രാവിലെ തുടങ്ങിയാൽ 1 മണി വരെ ഉള്ളൂ എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ ചൂട് ഭയങ്കരമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാ ഞാൻ റൂമിലെത്തിട്ടോ. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ശിവപാർവതി ഭക്തയാണ് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നാൽ 1-2 മിനിറ്റ് അവരുടെ മുന്നിലൊന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കും കേട്ടോ. അതായത് നമ്മുടെ ബെഡ്റൂമിൽ തന്നെ അവരൊരു കുഞ്ഞു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമ്മുടെ പരാതിയും പരിഭവങ്ങളൊക്കെ ഒന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു മേക്കപ്പ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഒരു സൺസ്ക്രീൻ തേക്കും. അത് നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള സൺസ്ക്രീനാണ് കേട്ടോ തേക്കുക. പിന്നെ കോളേജ് കുട്ടികളാണെങ്കിലും ജോലിക്കാരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ സൺസ്ക്രീൻ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം വീട്ടമ്മമാരും നല്ല ചൂടും വെയിലൊക്കെ ഏൽക്കുന്നതല്ലേ. അപ്പോൾ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നെറ്റിയിലൊരു ചന്ദനവും പൊട്ടും തൊടും, അത്ര തന്നെ. അതാണ് കേട്ടോ സ്ഥിരമായിട്ടുള്ള മേക്കപ്പ്. അങ്ങനെ സൺസ്ക്രീമൊക്കെ തേച്ചു. നെറ്റിയിൽ ചന്ദനവും കുങ്കുമൊക്കെ തൊടുകയാണ് കേട്ടോ. അതൊക്കെ തൊട്ട് കഴിഞ്ഞതാ ഇത്രയേ ഉള്ളൂ മേക്കപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ മോർണിംഗ് റുട്ടീൻ പരിപാടികളെന്ന് പറയുന്നത്. അതായത് രാവിലെ ഒരു 5:45 6 മണി തൊട്ട് രാവിലെ ഒരു 9:30-10 മണീൻ്റെ ഉള്ളിൽ നടക്കുന്ന കലാപരിപാടികളാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിലിപ്പോൾ എന്താ മാറ്റം എന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റിന് മാറ്റം ഉണ്ടാവും, പിന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിന് മാറ്റം ഉണ്ടാവും. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ രാവിലെ തൊട്ടുള്ള കലാപരിപാടികൾ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു.